കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ രാജസ്ഥാൻ മാച്ച് ഒരു റെക്കോർഡുകളുടെ മാച്ച് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു മാച്ചിലെ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. 9 വിക്കറ്റിനാണ് ഈ ഒരു മാച്ച് രാജസ്ഥാൻ റോയൽസ് വിജയിക്കുന്നത്. എന്തായാലും ഈ ഒരു മാച്ചിൽ പറഞ്ഞ കുറച്ച് റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നലത്തെ മാച്ചിൽ തിലക് വർമ്മ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഏതാണ്ട് 45 ബോളിലാണ് അദ്ദേഹം 65 റൺസ് നേടിയത്. അങ്ങനെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ടു റീച്ച് 1000 റൺസ് എന്ന റെക്കോർഡിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ തിലക് വർമ്മ. അതായത് ഏറ്റവും വേഗത്തിൽ 1000 റൺസ് നേടുന്ന IPL രണ്ടാമത്തെ താരമായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു, അതായത് ഇന്ത്യൻ താരം. പിന്നെ ഇന്നലത്തെ മാച്ചിൽ നമ്മുടെ യശസ്വി ജയ്സ്വാൾ ഒരു സെഞ്ചുറി നേടിയിരുന്നു. ഈ ഒരു സെഞ്ചുറിയോടുകൂടി ജയ്സ്വാൾ യങ്ങസ്റ്റ് IPL പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ്, 2 സെഞ്ചുറി നേടുന്നത്. അതായത് IPL 2 സെഞ്ചുറി നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഇനി സന്ദീപ് ശർമ്മ കഴിഞ്ഞ മാച്ചിൽ 5 വിക്കറ്റ്. 2023 ഓപ്ഷനിൽ അദ്ദേഹം അൺസോൾഡ് ആയിരുന്നു. പക്ഷേ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് രാജസ്ഥാൻ റോയൽസിൽ അദ്ദേഹം എത്തുന്നത്. കളിക്കാൻ അവസരം കിട്ടി അദ്ദേഹം ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായി മാറി. എന്തായാലും 2024 IPL തുടക്കത്തിൽ അദ്ദേഹത്തിന് പരിക്കുകളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി ട്രെന്റ് ബോൾട്ട് IPL ആദ്യത്തെ ഓവറിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമായി മാറിയിരിക്കുകയാണ് ട്രെന്റ് ബോൾട്ട്. ഏതാണ്ട് 26 വിക്കറ്റുകളാണ് IPL ആദ്യത്തെ ഓവറിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. ഇനിയും ചഹൽ കഴിഞ്ഞ മുംബൈ മത്സരത്തിൽ 1 വിക്കറ്റ് നേടിയതോടുകൂടി IPL 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ചഹൽ. കൂടാതെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ T20 വിക്കറ്റുകൾ നേടിയിരിക്കുന്നതും ചഹൽ തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെ അദ്ദേഹം വേൾഡ് കപ്പ്, അതായത് T20 വേൾഡ് കപ്പ് ടീമിൽ കളിച്ചിട്ടില്ല. സോ ഇപ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന് അവസരം കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം.